നമുക്കിന്ന് ഗോതമ്പ് മാവ് കൊണ്ട് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 ചപ്പാത്തി വേണ്ടുള്ളൂ. അതിന് കണക്കാക്കിയിട്ട് ഒരു ഇത്തിരി വെള്ളം. അപ്പോൾ നമുക്കിത് പിന്നെ ഏകദേശം ഒരു കണക്കാണ് പറയാൻ പറ്റുള്ളൂ. കൂടുതലുണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിടാൻ പോവാണ്. ഇത് വെറും പച്ച വെള്ളം കേട്ടോ. അത് നമ്മൾ ഇളക്കി നോക്കുക. ഇളക്കി നോക്കിയിട്ട് ഉപ്പുണ്ടെങ്കിൽ ഉപ്പുണ്ട്. അപ്പോൾ നമ്മളെ മാവിൽ ഉപ്പുണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ചപ്പാത്തി ചുടുമ്പോൾ എന്തായാലും നമ്മൾ എണ്ണ ഒഴിക്കില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോ പോലെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിന്നൊരു ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ. ഇനി നമുക്കിത് ചുടുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അഥവാ പിന്നെ നമ്മളുടെ ചട്ടി ഇങ്ങനെ ചൂട് പിടിച്ചിട്ട് കരിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരിത്തിരി ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും ഇതിൽ എത്ര വേണ്ടി വരും എന്നുള്ളത്. ഇത് നമ്മൾ കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പരിചയം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്തവർ ഇങ്ങനെ പരീക്ഷിക്കരുത്. കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് തന്നെ കുഴയ്ക്കുക. ഇതിങ്ങനെ ഇളക്കി വെക്കുക. അപ്പോൾ നമുക്കറിയാം ഏകദേശം. ഇത് കണ്ടോ? ഇതിപ്പോൾ ഏകദേശം പാകമായിട്ട് തന്നെയാണ്. ഏകദേശം ഒരു 5-6 ചപ്പാത്തിക്കുള്ളതുണ്ട്. ഇതൊക്കെ നമ്മളുടെ ആ എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നതാണ്. അതെല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരാൾക്ക് മാത്രമല്ല. പിന്നെ നമ്മളിത് ചെയ്ത് പരിചയമാകുമ്പോൾ അങ്ങനെ ആവും. ഓക്കെ. ഇതിൽ നമുക്ക് ചൂടുള്ള പാലുണ്ടല്ലോ, തിളച്ച പാൽ അല്ലെങ്കിൽ ചൂടുള്ള പാൽ അതൊഴിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ കുഴക്കുകയാണെങ്കിൽ നല്ല പിന്നെ ടേസ്റ്റുള്ള മാവാവും. ചപ്പാത്തിയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതാ കണ്ടത്, പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ മാവ്. ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ. എന്താണെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുമ്പോഴാണ് ഇത് മാവ് നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടുക. പിന്നെ ചപ്പാത്തി പൊന്തി കിട്ടാനും എല്ലാറ്റിനും ആ ഒരു റെസ്റ്റ് കൊടുക്കേണ്ട ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിനൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുക. അത് കഴിഞ്ഞ് നമുക്കത് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു പാത്രം കൊണ്ട് നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വെക്കണത്. ഇപ്പം ഉണ്ടാക്കുക കൊണ്ട് ഒരുപാടൊന്നും കവർ ചെയ്യില്ല. ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് എയർ കിടക്കാതെ ചെയ്യണം. അതല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഇങ്ങനെ ഡ്രൈ ആയിപ്പോയി മാവ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മോൾ ഭാഗമൊക്കെ നമുക്ക് ഡ്രൈ ആകുമ്പോൾ ശരിക്കും നമുക്കൊരു ഷേപ്പിൽ പരത്തിയെടുക്കാനും ഉരുള ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് ഇപ്പം ഇങ്ങനെ അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇനി ഉരുള ഉണ്ടാക്കാം. ഇങ്ങനെ ആക്കിയിട്ട് ഒരു ചെറിയ ചപ്പാത്തി ആണെങ്കിൽ കുറച്ചധികം ഉണ്ടാവും. അത് നല്ല കനത്തിലെടുക്കുകയാണെങ്കിൽ ഇതങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഒരു 5-6 എണ്ണത്തിനുള്ളതേ ഉണ്ടാവുള്ളൂ. നല്ല സോഫ്റ്റാണ്. നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതില്ലെങ്കിൽ ഒന്ന് ഹാർഡായിരിക്കും. അപ്പോൾ ഈ ഒരു ഉരുള മാത്രം ചെറുതായി. അപ്പോൾ നമുക്ക് ഇതൊന്നൊക്കെ കുറച്ചിങ്ങനെ എടുത്തിട്ട് അതിനെയും ഒരുപോലെ ആക്കാം. ഇപ്പോൾ കണ്ടോ, നമുക്ക് 6 ചപ്പാത്തി ഇതന്നെ ഇവിടെ ധാരാളമാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ പരത്തേണ്ടത് നോക്കാം. ഉരുള നന്നായിട്ട് ഇങ്ങനെ ആക്കുക.
എന്നിട്ട് മെല്ലെ ഈ പൊടിയുണ്ട് ഇപ്പുറത്ത് വെച്ചിട്ട്. മൈദ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഡിപ്പ് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തത്. മൈദ ആണെങ്കിൽ അധികം കരിഞ്ഞു പിടിക്കില്ല. ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ വെള്ളമൊക്കെ പാകത്തിനാണ്, അതുകൊണ്ട് നമുക്ക് ഒട്ടും ഹാർഡല്ല. പൊടി പോരെങ്കിൽ കുറച്ചിങ്ങനെ ഇട്ടിട്ട് പരത്തി കൊടുക്കുക. ഇതൊരു ടൈപ്പ് മാവ് കുഴക്കലാണ്. ഇനി വേറെ എന്തത് ഓരോ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. നമ്മളിത് പരത്തിയിട്ട് അത് കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 5 ഉരുളകളും കൂടി ഇതുപോലെ ഒന്ന് പരത്തിയിരിക്കട്ടെ, എന്നിട്ട് ചുടുന്നത് കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ചു കൊടുത്തു. ഇനി നല്ല ചൂടാവട്ടെ. അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ചപ്പാത്തി ഇടാം. എണ്ണ വേണമെങ്കിൽ പുരട്ടി കൊടുക്കാം, കരിയുന്നുണ്ടെങ്കിൽ മാത്രം. അതില്ലെങ്കിൽ നമുക്കത് പുരട്ടേണ്ട ആവശ്യമില്ല. വല്ലാതെ സിമ്മിലിടാൻ പാടില്ല, വല്ലാതെ ഫ്ലെയിം ഉണ്ടാകാൻ പാടില്ല. ഒരു ആവറേജ് ചൂട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പിന്നെ നമ്മൾ ഇത് വേവുന്നതിനനുസരിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് അങ്ങനെ നമ്മൾ വേവ് പാകാക്കിയിട്ടെടുക്കുക. അതപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി, അപ്പോൾ തിരിച്ചിട്ടു. അതവിടെയൊക്കെ അങ്ങനെ ചെറിയ ബ്രൗൺ കളറിൽ കുത്ത് വരാൻ തുടങ്ങി. കണ്ടോ? ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിച്ചത് ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് കേട്ടോ. പൊങ്ങി വരാൻ തുടങ്ങുന്നുണ്ടല്ലേ. എണ്ണ നെയ്യൊക്കെ പുരട്ടേണ്ടവർക്ക് പുരട്ടാം. നമ്മുടെ മോനൊന്നും ഇഷ്ടമല്ല, അപ്പോൾ ഞാനും അധികം ഉപയോഗിക്കാറില്ല. പിന്നെ നമുക്ക് ഇടയ്ക്ക് കഴിക്കണം അങ്ങനെ തോന്നുമ്പോൾ, ഒരു ടേസ്റ്റൊക്കെ വേണം തോന്നുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ഉപയോഗിക്കും. നല്ല ടേസ്റ്റാണല്ലോ ചപ്പാത്തിയുടെ നെയ്യിട്ടാൽ. ഇതുണ്ടോ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കണ്ടില്ലേ, വെള്ളം, ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഏകദേശമായി. അപ്പോൾ തീ എന്ത് ചെയ്യണം, ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് വേറെ പാത്രത്തേക്ക് ഇടുക. ഇനി എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുരട്ടി കൊടുക്കാം, പക്ഷെ ഇതിലൊന്നും പിടിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം. ഇതും കൂടി ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം. ചൂടാവണം, ചൂടായിട്ടാണ് മറിക്കാവൂ. അതല്ലെങ്കിൽ പിന്നെ ഇത് എന്താ പറയുക, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതാ ചൂടായി വന്ന് ഈ പുറം കണ്ടോ ഇങ്ങനെ ആവും. അപ്പോൾ നമ്മൾ തിരിച്ചിടാം. പിന്നെ അതേപോലെ ഇപ്പോൾ ഞാൻ കുറച്ച് എണ്ണം പരത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒന്നിന് മീതെ ഒന്നായിട്ടിട്ടത്. അല്ലാതെ കുറച്ച് അധികം പരത്തുന്ന ആളുകൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഒന്നുകിൽ നമ്മൾ നമ്മളെ മാഗസിൻസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ അതിലിങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റത്തെ ആ ഒരു പേജിൽ ഒന്നിടുക, എന്നിട്ടൊരു പേജ് മറിക്കുക, എന്നിട്ട് ഒന്നിടുക, അങ്ങനെ. അത് ഞാൻ അടുത്ത പ്രാവശ്യം അങ്ങനെയായിരുന്നു. അങ്ങനെ ശരിക്ക് വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ പേപ്പർ ഇങ്ങനെ പരത്തി ഇട്ടിട്ട് അങ്ങനെ ഇടാവും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം പരത്തി കഴിയുമ്പോഴേക്കും ഒരു ഭാഗം ഒട്ടി തുടങ്ങും. ഇതിപ്പോൾ കുറച്ചാവുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരുമിച്ചിട്ടത്. അപ്പോൾ അതൊക്കെ ഈ ബിഗിനേഴ്സിന് ഇതൊന്നും കുറച്ചൊരു ഇതാവും, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം പറയുന്നത്. അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ അറിയാം. അപ്പോൾ അതങ്ങനെ പൊന്തി വരും. അപ്പോൾ നമ്മളിതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഇങ്ങനെയാണ് ചപ്പാത്തി ഒരു തരത്തിൽ ഉണ്ടാക്കുന്നത്. ഇനി വേറെ പല രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അത് വേറെ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.